നമുക്കെല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആചരിക്കുകയാണ്. നമ്മുടെ അമ്മമാരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കരുതരുത്. ഒരുപാട് മിത്സും ആകുലതകളും ഒക്കെയുണ്ട്. നമ്മൾ മാനസികപരമായിട്ട് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഒന്ന് വായിച്ചറിഞ്ഞ് പ്രിപ്പയർ ആകാൻ ശ്രമിക്കുക. കുഞ്ഞ് ജനിച്ച് ഉടനെ തന്നെ നമ്മൾ മുലയൂട്ടാൻ ശ്രമിക്കുക. പ്രസവിച്ച് കിടക്കുകയാണ്, സിസേറിയനാണ്, വേദനയാണ്, ഇപ്പം അമ്മ റെസ്റ്റ് എടുക്കട്ടെ, അപ്പോൾ തൽക്കാലം പൊടിപ്പാൽ കൊടുക്കാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അമ്മയുടെ മുലപ്പാലിൻ്റെ ഗുണഗണങ്ങളൊന്നും ഒരു പൊടിപ്പാലിൻ്റെ അകത്തില്ല. ആസ് ഏർലി ആസ് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നു, അമ്മയും കുഞ്ഞും കംഫർട്ടബിൾ ആകുന്നതാണ്. അമ്മയുടെ മുലപ്പാൽ ആദ്യം വരുന്ന കൊളോസ്ട്രമാണ് ഏറ്റവും അത്യുത്തമം. അത് കളയണം, അത് കൊള്ളില്ല എന്നുള്ള ചിന്താഗതി തെറ്റാണ്. കുഞ്ഞിന് പ്രീ ലാക്ടിയൽസ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. തേന്, വയമ്പ്, സ്വർണം, തിളപ്പിച്ചാറിയ വെള്ളം അതൊക്കെ കുഞ്ഞിൻ്റെ ദാഹത്തെ ശമിപ്പിച്ച് കളയും, കുഞ്ഞ് വലിക്കാതിരിക്കുകയും ചെയ്യും. പൊടി കഴിവതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പാല് കുഞ്ഞ് വലിച്ചു കുടിക്കുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിച്ച് വരുന്നതായിരിക്കും. അമ്മയുടെ മുലപ്പാൽ ഞൊണഞ്ഞ് വലിച്ചു കുടിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ദാഹം ശമിക്കുകയും കുഞ്ഞിൻ്റെ വയറ് നിറയുകയും കുഞ്ഞ് വീണ്ടും വീണ്ടും വലിക്കാൻ ഇൻട്രസ്റ്റഡ് ആകുകയും ചെയ്യുന്നതാണ്. കുഞ്ഞിൻ്റെ വയറിൻ്റെ സൈസ് മനസ്സിലാക്കുക. ഒരു ചെറിയ നെല്ലിക്കയുടെ മുഴുപ്പമേ ഉള്ളൂ. കൊളോസ്ട്രം കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അതുകൊണ്ട് വിശപ്പ് മാറില്ല എന്നൊന്നും ചിന്തിക്കരുത്. ആസ് ഡേയ്സ് അഡ്വാൻസസ് കുഞ്ഞിൻ്റെ വയറ് വലുതാകുകയും പാല് ഉൽപ്പാദിപ്പിച്ചു വരുന്നത് കൂടുകയും കുഞ്ഞിൻ്റെ വിശപ്പും ദാഹവും ശമിക്കുകയും കുഞ്ഞ് വളരുകയും ചെയ്തുകൊള്ളും. കുഞ്ഞിന് നല്ല വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല പാല് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. നന്നായിട്ട് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുകയും വെയിറ്റ് കൂടുകയും ഉറങ്ങുകയും കരച്ചിലൊക്കെ കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. കുഞ്ഞിൻ്റെ ഹങ്കർ ക്യൂസ് മനസ്സിലാക്കുക. റെസ്പോൺസീവായിട്ട് ഫീഡ് ചെയ്യുക. കുത്തി വിളിച്ച് എണീപ്പിച്ച് 2 മുതൽ 3 മണിക്കൂർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് ഫീഡ് ചെയ്യണമെന്നൊന്നുമില്ല. കുഞ്ഞിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക. 2 ഇരട്ടി ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല. നമ്മൾ മിതമായിട്ടുള്ള പ്രോട്ടീനും കാലറിയും കിട്ടത്തക്ക രീതിയിൽ ഒരു 450 to 500 കിലോ കാലറി എക്സ്ട്രാ കിട്ടത്തക്ക രീതിയിൽ 25 grams പ്രോട്ടീൻ കിട്ടത്തക്ക രീതിയിൽ ഫീഡ് ചെയ്യുക. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഇത് അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഒരു ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ബ്രസ്റ്റ് ഫീഡിങ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇതിനു മുമ്പ് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ഞാൻ വേറെ വീഡിയോസ് ഒന്നും ഇടാത്തത്. ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ് എൻ്റെ പേജിൽ തന്നെയുണ്ട്. ഗോ ത്രൂ ദാറ്റ്. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്